അഹ്ലുസുന്നയെ സംബന്ധിച്ച് അതിലെ പ്രമാണങ്ങൾ അടിസ്ഥാനമായി രണ്ടെണ്ണമാണ്. ഒന്ന് കിതാബ്, രണ്ട് അല്ലാഹുവിന്റെ സുന്നത്ത്, റസൂലിന്റെ സുന്നത്ത്. ഇതാണ് അഹ്ലുസുന്നയുടെ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ. ബാക്കിയെല്ലാം അനുബന്ധ പ്രമാണങ്ങളാണ്. ഇജ്മാഉം ഖിയാസും അനുബന്ധ പ്രമാണമാണ്. അഥവാ കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഇജ്മാഅ്, കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഖിയാസ്, അതാണ് പ്രമാണം. സ്വതന്ത്രമായ പ്രമാണങ്ങളല്ല അർത്ഥം, അനുബന്ധമാണ്. സ്വതന്ത്ര പ്രമാണങ്ങൾ കിതാബും സുന്നത്തുമാണ്. അല്ലാഹും റസൂലും എന്താണോ പഠിപ്പിച്ചത്, ഖുർആനിലും ഹദീസിലും എന്താണോ സ്ഥിരപ്പെട്ടത്, അതാണ് ദീന്, അതാണ് ദീനിന്റെ അടിസ്ഥാനം. അൽ ഇൽമു മാ ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. ഇൽമെന്ന് പറഞ്ഞാൽ, അറിവെന്ന് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ അറിവ്. അതിനപ്പുറമുള്ളൊന്നും അറിവായി സ്വീകരിക്കപ്പെടുകയില്ല. അതിലേക്ക് ചേർത്തി വെക്കുന്നത്, അതിനെ കൂടെ നിൽക്കുന്നത്, അതിനെ വിശദീകരിക്കുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതാണ് സ്വീകാര്യയോഗ്യമായ അറിവ്. അതല്ലാതെ അത് മാറ്റിവെച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് വർത്തമാനം പറയാൻ ഒരാൾക്കും അധികാരമില്ല, അവകാശമില്ല.